ഹായ് ഗൈസ്, ഇതും ഒരു വിഷുവിൻ്റെ വ്ളോഗാണ്. കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ കണി കണ്ടതാണ് ഞാൻ കാണിച്ചുള്ളൂ. കുഞ്ഞുകുട്ടിയുടെ കണി ഞാൻ കാണിച്ചില്ല. അപ്പോൾ കുഞ്ഞുവിനിങ്ങനെ പതുക്കെ കണ്ണൊക്കെ പൊത്തിക്കൊണ്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കുഞ്ഞല്ലേ, അവളെ ഇങ്ങനെ കണ്ണൊന്നും പൊത്താൻ അവളെ സമ്മതിക്കത്തില്ല. അവൾക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കണി കാണിച്ചു. പിന്നെ ഞാൻ അവൾക്ക് കോയിൻ കൊടുത്തു. ഈ കോയിൻ കൊടുത്തിട്ട് പിന്നെ തിരിച്ച് വാങ്ങിക്കാൻ പറ്റപ്പാടെ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഗോൾഡും കൊടുത്തു. അതുപോലെ തന്നെ അതും ഇങ്ങനെ മുറുക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വെച്ചു. പിന്നെ ഞാൻ കുറച്ച് ഞാൻ അത്ര വലിയ പാട്ടുകാരിയൊന്നും, പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പാട്ട് അറിയണമെന്നില്ലല്ലോ. ഞാനൊരു ബുക്ക് നോക്കിയാണ് കേട്ടോ വായിച്ചത്. പിന്നെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു കേട്ടോ. കുഞ്ഞു ഇങ്ങനെ വിളക്ക് കാണുമ്പോൾ ഓം എന്നിങ്ങനെ പറയാം കേട്ടോ. അതിങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് അറിയാം അവിടെ എന്തോ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാൽ ക്യാൻഡിൽ കണ്ടാലും പുള്ളിക്കാരത്തെ ഇങ്ങനെ ഓം എന്നൊക്കെ പറയും. അത് കോമഡിയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കണി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞിക്കുട്ടിക്ക് ഒരു സദ്യ, തട്ടിക്കൂട്ട് സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ സദ്യയിൽ ഇങ്ങനെ ചോറ്, പരിപ്പ്, സാമ്പാർ, പിന്നെ ഞാൻ എല്ലാം ഒന്നും അവൾക്ക് കൊടുത്തില്ല, അവളെല്ലാം കഴിക്കത്തില്ല. അപ്പോൾ പുള്ളിക്കാരൻ എൻജോയ് ചെയ്യണം കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പടം കണ്ടു. പിന്നെ ഈ ഫുഡിൻ്റെ കഴിപ്പങ്ങ് നിർത്തിയിട്ട് പപ്പടത്തിലായി ഫുള്ള് ശ്രദ്ധ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കൊടുക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ കഴിക്കത്തില്ല, കഴിക്കാൻ പാടാണ്. ഞാനിങ്ങനെ തൈരാണ് കേട്ടോ കൊടുക്കുന്നത്. തൈരും പരിപ്പും കൂടെ കുഴച്ചാണ് കൊടുക്കുന്നത്. അവൾക്കത് ഇച്ചിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ പപ്പടം കിട്ടിയോണ്ട് ഇച്ചിരി കഴിക്കാൻ മടിയായിരുന്നു. അപ്പോൾ ഞാൻ അത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ അവൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുത്തു. ഇത് അവളുടെ പുതിയ ഉടുപ്പാണ് കേട്ടോ. ഇത് അവളുടെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. ഇപ്പോഴാണത് കറക്റ്റായത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് പോയി. ഇവിടുത്തെ പേർത്ത് ഹിന്ദു ടെമ്പിളാണ് കേട്ടോ ഇത്. എനിക്ക് അമ്പലത്തിൽ പോകാൻ തോന്നി. അങ്ങനെ ഞാനും കുഞ്ഞും എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. നമ്മൾ 3 ആളും ആയിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ്. എനിക്കങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. അറിയാമല്ലോ, ടെമ്പിളിൻ്റെ ഉൾഭാഗം അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അന്ന് അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നു. എന്നിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അവിടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടായിരുന്നു. കുഞ്ഞിനെ ഞാനിങ്ങനെ എടുത്തില്ല. അപ്പോൾ അവിടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. കുഞ്ഞു അവിടെ ഭയങ്കര ജോളിയായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഫ്രണ്ട്സ് എല്ലാവരും ഉള്ളതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്കിളും ആൻറ്റിയുടെ വീട്ടിൽ വന്നു. അപ്പോൾ അവളുടെ അപ്പച്ചൻ്റെ കൂടെ കളിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള കോലമാണ് നിങ്ങൾ കാണുന്നത്. അവൾ തന്നെ പാവാട ഊരിയിട്ടതാണ്. കുറച്ച് നേരം പാവാട ഇട്ട് നിന്ന് തന്നെ വലിയ കാര്യം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബായ്.